Hey guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC റിസൾട്ട് വന്നു കഴിഞ്ഞ് റീവാലുവേഷനെ കുറിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ റീവാലുവേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്നത് വരെ അല്ല, റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെന്റ് കഴിഞ്ഞ് +2 കഴിയുന്നത് വരെ MS സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും. വിവരങ്ങൾ, ഇൻഫർമേഷൻസ് മാത്രമല്ല, ഓക്കെ, വിശദമായ വിവരങ്ങളിലേക്ക് അപ്പുറത്തേക്ക് പലതും തരും. ഓക്കെ, ഡോണ്ട് വറി. സോ റീവാലുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് സ്ക്രൂട്ടിനി എന്നാണ് പറയുക. ആരാണിത്? ഒന്ന് സ്ക്രൂട്ടിനി എന്ന് പറയും. എന്താണോ പറയുക? സ്ക്രൂട്ടിനി. രണ്ടാമത് പറയുന്നതിൻ്റെ പേരാണ് ഫോട്ടോകോപ്പി. വാട്ടോകോപ്പി, ഫോട്ടോകോപ്പി. 3 റീവാലുവേഷൻ. ഇങ്ങനെ 3 പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാം, 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്ക്രൂട്ടിനി ആണെങ്കിൽ 50 രൂപ, ഫോട്ടോകോപ്പി 200 രൂപ, റീവാലുവേഷൻ 400 രൂപ. ഇത് കഴിഞ്ഞ വർഷത്തെ റേറ്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷവും ഇത് തന്നെയാണ് റേറ്റ്. ഈ വർഷവും ഈ റേറ്റ് തന്നെയാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. സർക്കുലർ വന്നിട്ടില്ല, പുലർച്ചെ രാവിലെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ സർക്കുലർ വരിക. വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ റീവാലുവേഷന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് 3 വഴികളുണ്ട്. ഒന്നുകിൽ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് സാർ സ്ക്രൂട്ടിനി? എടാ, നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പറിന്റെ ഫസ്റ്റ് ഒരു ബോക്സ് ഇല്ലേ, ടീച്ചേഴ്സ് മാർക്ക് കൂട്ടിയിട്ടിടുന്ന ലാസ്റ്റ് 42 ആണെങ്കിൽ ഒരു 36 ആണെങ്കിൽ A+ എന്നിടും. ആ ഒരു ഫസ്റ്റ് പേജില്ലേ നിങ്ങൾക്ക് മാർക്ക് ഇടുന്ന ഒരു ടാബുലേഷൻ വർക്കാണത്. ഒരു ടേബിൾ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ കാര്യങ്ങൾ? ആ ഒരു പേപ്പറിൽ മാത്രം എഴുതിയിരിക്കുന്ന മാർക്കുകൾ ഒരിക്കൽ കൂടി വിലയിരുത്തുന്നതിന്, ഒരിക്കൽ കൂടി കൂട്ടിയിട്ട് എവിടെയെങ്കിലും കുറഞ്ഞു പോയതാണോ എന്ന് മാത്രം നോക്കുന്നതിനുള്ള പേരാണ് എന്ത്? സ്ക്രൂട്ടിനി. ഒരു 50 രൂപ ഒരു വിഷയത്തിന് കൊടുത്താൽ മതി. ഒരൊറ്റ വിഷയത്തിന് 50 രൂപ മാത്രം കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ ആ ഒരു ആൻസർ പേപ്പറിൽ ആ ഒരു ഫസ്റ്റ് പേജിലെ മാർക്ക് ഇട്ടതിൽ എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ ടീച്ചർ കൂട്ടിയതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 50 രൂപക്ക് ആ സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനേക്കാൾ കൂടുതൽ ചാൻസ് ഉള്ളത് ഫോട്ടോകോപ്പിയാണ്. എന്താണ് സാർ ഫോട്ടോകോപ്പി? നിങ്ങൾ എഴുതിയ അതേ ആൻസർ പേപ്പർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തപാൽ വഴി അയച്ചു തരുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്യുന്നതിന്. ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു വിഷയത്തിന് 200 രൂപയാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ജുനൈന എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനത്തിൽ പഠിച്ച MS അക്കാഡമി എന്ന് പറയുന്ന കൊടുവള്ളിയിലെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടിയുടെ ആൻസർ പേപ്പർ അല്ലായിരുന്നോ നിങ്ങൾ മാതൃക എക്സാമിന്, മോഡൽ എക്സാമിന് തലേന്നും മെയിൻ എക്സാമിന് തലേന്നൊക്കെ ഒരു പേപ്പർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ടീച്ചേഴ്സ് മാർക്ക് ഇടുന്നത് എന്നൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്ങനെ എനിക്ക് കിട്ടിയത്? ഞാൻ ആ കുട്ടിയുടെ 9 വിഷയങ്ങൾ, IT ഒഴികെയുള്ള 9 വിഷയങ്ങൾക്കും ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്തു. 2×9 എത്രയാ? 2700 രൂപ അവിടെ കൊടുക്കുകയും ചെയ്തു. 2×18 1800 രൂപ കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഫോട്ടോകോപ്പി നിങ്ങൾ എഴുതിയ എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾ എന്തിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല? സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ സ്ക്രൂട്ടിനിക്ക് മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഫോട്ടോകോപ്പിക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ, നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പർ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്താൽ മതി. ആ ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്തൊരു കുട്ടി എന്തിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല? സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. റെഡിയാണല്ലോ? റെഡി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? എടാ, നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പർ നിങ്ങൾക്കൊരു കോപ്പി കിട്ടും. ആ കോപ്പി നിങ്ങൾക്ക് തന്നെ കൂട്ടി നോക്കാം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്. ഇനി നിങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ ടീച്ചറിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, എനിക്ക് A ഗ്രേഡ് ആണ് കിട്ടിയത്, പക്ഷെ ശരിക്കും മാർക്ക് A+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ പേപ്പർ സ്കൂൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് ആ പേപ്പർ എത്തിച്ചിട്ട് പുനർമൂല്യനിർണ്ണയം നിങ്ങളത് നോക്കിയിട്ട് മാർക്ക് നിങ്ങൾക്ക് ഒരു പൈസയും കൊടുക്കാതെ അവർ ആഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പം അതിനാണ് ഫോട്ടോകോപ്പി കൂടുതൽ കുട്ടികളും വാങ്ങാറുള്ളത്. A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, ആ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂട്ടിനിക്കും അപ്ലൈ ചെയ്യും, ഫോട്ടോകോപ്പിക്കും അപ്ലൈ ചെയ്യും. സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി നോക്കുമ്പോൾ ആ സ്കൂൾ പുതിയൊരു ടീച്ചർ വന്നിട്ട് ആ കുട്ടിയുടെ മാർക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പേജിൽ 40-ൽ 32 പേജാണ് ഒരു ടീച്ചർ ഇട്ട് കൊടുത്തത്.
പക്ഷെ ഈ ടീച്ചർ കൂട്ടി നോക്കുമ്പോൾ 40-ൽ എത്രയുണ്ട്? 35 മാർക്ക് ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഗ്രേഡ് എ ഗ്രേഡ് അല്ല, A+ ആണ് അല്ലേ? അപ്പോൾ ആ സ്ക്രൂട്ടിനി കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപക്ക് ആ ഒരു ഫസ്റ്റ് പേജിലെ ബോക്സ്, ആ ഫസ്റ്റ് പേജിലുള്ള മാർക്ക് ഇട്ട ഒരു കള്ളി മാത്രമേ നോക്കുള്ളൂ. നേരെ മറിച്ച് ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ ഈ ടീച്ചർ നോക്കുന്ന അതേ പേപ്പർ നിങ്ങളുടെ കൈകളിലേക്ക് വരും. എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചതായി തോന്നിയിട്ടുണ്ടെങ്കിൽ ICT സെല്ല് വഴി നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇനി ഇത് രണ്ടും അല്ലാതെ മൂന്നാമത്തെ ഒരു പ്രവർത്തനമാണ് എന്ത് ചെയ്യുന്ന പരിപാടിയാണ് റീവാലുവേഷൻ. റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന് 400 രൂപയാണ്. ഒരു വിഷയത്തിന് 400. ഇതൊക്കെ ഓരോ വിഷയത്തിൻ്റെ റേറ്റ് ആണ്. ഒരു വിഷയത്തിന് 400 രൂപ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മാത്സിൻ്റെ ഗ്രേഡ് ഇപ്പോൾ A ഗ്രേഡ് ആണ്. അത് A+ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? റീവാലുവേഷൻ കൊടുത്തത്. കൂടുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ, കൂടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ എഴുതിയിട്ട് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. വെറുതെ പാരൻസിനോട് പറയണ്ട എനിക്ക് അതിൽ A+ കിട്ടുമെന്ന് ഉറപ്പാണ്, ഞാൻ അത്രയ്ക്ക് എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എന്ത്, ഇനി അഥവാ കൊടുത്താൽ കൂടിയാലോ. അങ്ങനത്തെ ആൾക്കാർക്ക് കയ്യിൽ പൈസ ഉള്ള, സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൊടുത്തോളി, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല, അങ്ങനെ ഉണ്ടാവുക. ഇനി റീവാലുവേഷന് അപ്ലൈ ചെയ്തു. അടുത്ത സംശയം, സർ മാർക്ക് കുറഞ്ഞാലോ? അത് വല്ലാത്തൊരു സംശയമാണ് അല്ലേ? റീവാലുവേഷന് കൊടുത്തപ്പോൾ 40-ൽ നിലവിൽ നിങ്ങൾക്കുള്ള ഗ്രേഡ് ഇപ്പോൾ A+ ഉള്ളവരും പിന്നെ റീവാലുവേഷന് കൊടുക്കൂലല്ലോ, എജ്ജാതി മൊണ്ണ. ഇപ്പം നിങ്ങൾക്ക് A ഗ്രേഡ് ഉണ്ട്, ഓക്കെ. പക്ഷെ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ റിസൾട്ട് കാണിക്കുന്നത് B+ ആണ്. അതായത് നിങ്ങൾക്ക് ആദ്യം മാർക്ക് ഇട്ട് തന്ന ടീച്ചർ കൂട്ടിയിട്ട് തന്നതാ, ഓക്കെ. അപ്പൊ രണ്ടാമത് റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുതിയ ടീച്ചറെ നോക്കുക, ഒരിക്കലും പഴയ ടീച്ചർ പേപ്പർ നോക്കൂല. പുതിയ ടീച്ചർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് B+ മതി, അത്രേ ഉള്ളൂ. A ഗ്രേഡ് ആ ടീച്ചർ കൂട്ടി തന്നതാണ് നിഷ്കളങ്കത കാരണം. എന്നാൽ ഈ ടീച്ചർ മാന്യമായിട്ട് നോക്കിയപ്പോൾ ആ കുട്ടിക്ക് എന്ത് ഗ്രേഡേ ഉള്ളൂ? B+ ഉള്ളൂ. അപ്പൊ A ഗ്രേഡ് ഉണ്ടായിരുന്ന ഒരു കുട്ടി 400 രൂപ കൊടുത്ത് റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ B+ ആണെങ്കിൽ ഗ്രേഡ് കുറഞ്ഞു പോയില്ലേ? പേടിക്കണ്ട. ഗ്രേഡ് അങ്ങനെ കുറഞ്ഞു പോയാൽ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രേഡ് തന്നെയാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ കാണിക്കുക. ഓക്കെ ആണല്ലോ? സമാധാനമായല്ലോ? അതായത് A ഗ്രേഡ് B+ ആയി പോയാലും നേരത്തെ ഉണ്ടായിരുന്ന A ഗ്രേഡ് തന്നെയാണ് തൻ്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. അതിൽ യാതൊരുവിധ മാറ്റവും. പക്ഷെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ 400 രൂപ തിരിച്ചു കിട്ടൂല. 400 രൂപ തിരിച്ചു കിട്ടൂല. ഓക്കെ. ഇനി എപ്പോഴാ സാർ ഈ 400 രൂപ തിരിച്ചു കിട്ടുക? നീ കൊടുക്കുന്ന വിഷയത്തിൽ ഇപ്പൊ A ഗ്രേഡ് ആയിരുന്നു സങ്കല്പിക്കുക, ആ ഗ്രേഡ് മുന്നോട്ടേക്ക് ചേഞ്ച് ചെയ്താൽ എന്താവുകയുള്ളൂ? A+ ആയി കഴിഞ്ഞാൽ നീ കൊടുത്ത 400 രൂപ നീ പഠിച്ച സ്കൂളിലെ അധ്യാപകന്റെ കയ്യിലേക്ക് എത്തും, അവിടെ നിന്ന് നിനക്ക് തിരിച്ചു തരും. ഓക്കെ, ഇതാണ് റീവാലുവേഷന്റെ പ്രോസസ്സ്. ഇനി ഒരു കാര്യം കൂടി പറയാ, പറ്റുന്നവർ മാത്രം റീവാലുവേഷന് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു കുട്ടിക്ക് ഗ്രേഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ A ഗ്രേഡാണ്, ഓക്കെ. ആ കുട്ടി കെമിസ്ട്രിയിൽ ഗ്രേഡ് വന്നത് A ഗ്രേഡാണ്. ഈ കുട്ടി റീവാലുവേഷന് കൊടുത്തത് A+ ആവാൻ വേണ്ടിയിട്ടാണ്, ഓക്കെ. ഇതാവാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ റിസൾട്ട് വന്നത് A ഗ്രേഡ് തന്നെയാണ്. എന്താ വന്നത്? A ഗ്രേഡ് തന്നെയാണ്. എന്താണ് അങ്ങനെ സംഭവിച്ചെന്നറിയോ? ഈ കുട്ടിക്ക് കെമിസ്ട്രിയിൽ A ഗ്രേഡ് കിട്ടിയത് 32 മാർക്കായിട്ടാണ്, ഓക്കെ. പക്ഷെ റീവാലുവേഷൻ ചെയ്തപ്പോൾ ഒന്നുകിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ 34 മാർക്കായിട്ടുണ്ടാവും, ഓക്കെ. പക്ഷെ മാർക്ക് കൂടിയിട്ടുണ്ട്. പക്ഷെ 32 35 ആയാലല്ലേ A+ ആവുള്ളൂ. അത് നിങ്ങൾക്കറിയാലോ. 40-ൽ 35 മാർക്ക് വാങ്ങിയാൽ മതി A+ കിട്ടാൻ. കുട്ടിക്ക് ആദ്യം ഉണ്ടായിരുന്നത് 32 ആണ്. ഈ മാർക്ക് അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാണ്. ഒരു കുട്ടിക്ക് കെമിസ്ട്രിയിൽ A ഗ്രേഡ് ആയിരുന്നു, ശരിക്കും അവളുടെ മാർക്ക് എത്രയാണ്? 32 ആണ്. ആ കുട്ടി റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് A ഗ്രേഡിന്റെ സ്ഥാനത്ത് A ഗ്രേഡ് തന്നെയാണ്, പക്ഷെ മാർക്ക് വേരി ചെയ്തിട്ടുണ്ട്. എങ്ങനെ? 32 എത്ര ആയിട്ടുണ്ട്? 34 ആയിട്ടുണ്ട്. പക്ഷെ അതിനോട് കാര്യമില്ല. എന്താ പറയുക, അലോട്ട്മെന്റിന് എന്താ പരിഗണിക്കുക? ഗ്രേഡ് ആണ് നോക്കുക, മാർക്ക് നോക്കൂല. 10ാം ക്ലാസ്സിന് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അലോട്ട്മെന്റ് ഇത്രയും കുട്ടിച്ചോറാവാനുള്ള കാരണം ഗ്രേഡ് നോക്കുന്നത് കൊണ്ടാണ്, മാർക്കല്ല നോക്കുന്നത്. മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടി ഏതാണ്, പഠിക്കാത്ത കുട്ടി ഏതാണെന്നൊക്കെ മനസ്സിലാവുമായിരുന്നു. കാര്യം എന്താ അറിയോ? ഇപ്പോൾ ഒരു ഫുൾ A+ കിട്ടിയ
ഫുൾ A+ കിട്ടിയ എ എന്ന് പറയുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു, കൺഗ്രാജുലേഷൻ പറഞ്ഞു. ആ കുട്ടി ഡെലു തന്നു പോയി. ഡെലു ആണ് തന്നത്. അതോടൊപ്പം തന്നെ ഫുൾ A+ കിട്ടിയ മറ്റൊരു കുട്ടി വന്നു, ബി എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടി എനിക്ക് തന്നു പോയത് മൈസൂർ പാക്ക് ആണ് കുട്ടിക്കോ. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിക്ക് ഇപ്പോൾ 40 വിഷയത്തിൽ ബാക്കി എല്ലാം ഫുൾ മാർക്കാണ്. പക്ഷേ ഈ കുട്ടിക്ക് 40 മാർക്കുള്ള ഒരു വിഷയത്തിൽ ഈ കുട്ടിക്ക് 36 മാർക്കാണുള്ളത്. ഓക്കെ, കെമിസ്ട്രി ആണ് കുട്ടിക്കോ. കെമിസ്ട്രിയിൽ ബാക്കി എല്ലാ വിഷയത്തിലും ഈ എ എന്ന് പറയുന്ന കുട്ടിക്ക് ഫുൾ മാർക്ക് ഉണ്ട്. പക്ഷേ കെമിസ്ട്രിയിൽ ആ കുട്ടിക്ക് 40ൽ 36 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ ആ കുട്ടിക്ക് അപ്പോഴും എന്ത് ഗ്രേഡ് തന്നെയാണ്? A+ തന്നെയാണ്. പക്ഷേ ഫുൾ A+ കിട്ടിയ ബി എന്ന് പറയുന്ന കുട്ടിക്ക് എല്ലാ വിഷയത്തിലും A+ ആണെന്ന്, ഫുൾ മാർക്ക് ആണെന്ന് മാത്രമല്ല, ഒരു വിഷയത്തിൽ കെമിസ്ട്രിയിൽ 40ൽ 38 മാർക്ക് ഉണ്ടാകും. അപ്പൊ ഈ കുട്ടിയുടെയും ഗ്രേഡ് നിന്ന് തന്നെ A+ എന്നുണ്ടാവുക. പക്ഷെ ഇതിൽ ഏതാണ് ശരിക്കും ഒറിജിനൽ ഫുൾ A+ന്റെ ഉടമ ആരാണ്? നല്ല പേഴ്സൻറ്റേജ് കൂടുതൽ ആർക്കാ? ഈ 36 കിട്ടിയ കുട്ടിയാണോ 38 കിട്ടിയ കുട്ടിയാണോ? 38 അല്ലേ? അപ്പോൾ ഈ മാർക്ക് നോക്കിയിട്ടായിരുന്നു +1ന്റെ അലോട്ട്മെന്റ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അർഹതപ്പെട്ട കുട്ടിക്ക് സ്കൂളിൽ സീറ്റ് കിട്ടുമായിരുന്നു. എന്നാൽ ഇവിടെ 10ാം ക്ലാസ്സിൽ നിന്ന് ഈ വർഷവും ഗ്രേഡ് തന്നെയാണ് അലോട്ട്മെന്റിന് നോക്കുന്നത്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിലെ സെപ്റ്റംബറിലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ വർഷവും ഗ്രേഡ് തന്നെ തുടരുമെന്ന്. കാര്യം മാർക്കിലാക്കുമ്പോൾ എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ജാതിയും മതവും ഒക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റീവാലുവേഷനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം മറന്നു പോകരുത്. എന്താണെന്നറിയോ? റീവാലുവേഷൻ പ്രോസസ്സിൽ സ്ക്രൂട്ടണി, ഫോട്ടോകോപ്പി, റീവാലുവേഷൻ ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ കയ്യിൽ പൈസ ഉള്ളവരാണെങ്കിൽ, ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ റീവാലുവേഷന് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു സംശയം എന്താണെന്നറിയോ? റീവാലുവേഷന് സാർ എനിക്ക് 2 വിഷയത്തിൽ റീവാലുവേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്, എനിക്ക് 8 A+ഉം 2 A ഗ്രേഡുമാണ്. ഞാൻ ഈ 2 വിഷയത്തിൽ റീവാലുവേഷന് കൊടുത്ത് എനിക്ക് ഈ 2ൽ ഒരു വിഷയത്തിന് A+ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 9 A+ ആവും. സോ 2 എണ്ണം കൊടുത്താൽ ഒന്നെങ്കിലും ചേഞ്ച് ആവൂലേ സാർ? അങ്ങനൊരു നിയമം കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല. 2 എണ്ണം കൊടുത്താൽ ഒന്നെങ്കിലും മാറും എന്നൊരു നിയമം ഇല്ല. 2ലും കൊടുത്തിട്ട് ഒരു നോക്കുന്ന ടീച്ചർ ആ 2 സബ്ജക്റ്റിലും 2 ആൾക്കാരാണ് നോക്കുക. ഓക്കെ, ഈ നോക്കുന്ന ടീച്ചർക്ക് അറിയില്ല ഈ കുട്ടി മറ്റൊരു വിഷയത്തിനും റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഈ ടീച്ചർക്ക് അറിയില്ല. ഓക്കെ, ആ ടീച്ചർ നോക്കുന്നു, മാർക്ക് കൂട്ടാനുണ്ടെങ്കിൽ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, കുറയ്ക്കാനുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത് എ ഗ്രേഡ് എന്തും ആകാം, B+ലേക്ക് പോകാം, എ ഗ്രേഡ് A+ലേക്കും പോകാം. എന്തിലേക്ക് പോയാലും ഏതാണോ ബെസ്റ്റ് മാർക്ക് അതായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് കുറഞ്ഞു പോകും എന്നുള്ളൊരു പേടി ആർക്കും തന്നെ വേണ്ട. ഇതൊക്കെയാണ് റീവാലുവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതെങ്ങനെയാണ് സാർ അപ്ലൈ ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ഡെമോ ഞാൻ എന്ത് ചെയ്യും, ഈ ലിങ്ക്, ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് ഓപ്പൺ ആവണം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓക്കെ, മെയ് 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് റീവാലുവേഷൻ്റെ ടൈം എന്ന് പറയുന്നത്. സോ നാളെ നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ റീവാലുവേഷൻ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്ത് തരാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓൺലൈൻ ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് റീവാലുവേഷൻ ഒരിക്കലും ചേഞ്ച് ആവില്ല. അതെങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും അത്തരം അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. MS സൊല്യൂഷൻസിന്റെ +1+2 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.